എൻ്റെ പേര് പൊന്നമ്മ. പൊന്നമ്മ ഓ വീട്ടുപേര് വേണോ? ആ ചറളയിൽ വീട്, ഓ അങ്ങാടി റാന്നി. ഞാൻ ഭഗവാന്റെ അടുക്കലായിട്ട് ഇപ്പം 10-12 വർഷമായി. ഓക്കെ. ഭഗവാൻ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം എനിക്ക് തരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഭഗവാനെ വിളിച്ചാൽ എനിക്ക് ഭഗവാന്റെ ആ അനുഗ്രഹത്തോടു കൂടി ഞാനിവിടെ വന്ന് എല്ലാ ജോലികളും ഞാൻ ചെയ്ത് ഇതുവരെയും ഇന്നും ഈ സമയത്തും എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. എനിക്ക് അതിന് തക്കമുള്ള ആരോഗ്യങ്ങളും ഭഗവാൻ തരുന്നുണ്ട്. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ? 12 വർഷം. 12 വർഷം. ഓക്കെ. എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഞാൻ രാവിലെ വന്നു, നട തുറക്കുന്നതിന് മുമ്പ് തൂക്കണം, എല്ലാ പണിയും ചെയ്തിട്ട് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നൈവേദ്യം കഴിയുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകണം, പിന്നെ വിളക്കുകളെല്ലാം തുടച്ചു കൊടുക്കും. ഓക്കെ. അത് തന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ എല്ലാം ദേവിയുടെയും ദേവൻ്റെ എല്ലാം ഉടയാടകൾ നനച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. ഹായ് ഉണ്ടല്ലേ. അത് തന്നെ എൻ്റെ മനസ്സിനെ സ്പർശിച്ചതാണ്. കാരണം അത് അത്ര ഐശ്വര്യമാണ് അല്ലേ? അത്രയും ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇല്ല, എനിക്ക് ഞാൻ ആശുപത്രിയിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിക്കുമ്പോൾ 37 വയസ്സേ ഉള്ളൂ. അയ്യോ. അന്ന് മോനെ 7 വയസ്സ്, മോൾക്ക് 14 വയസ്സ്. അവരെ വളർത്തി കൊണ്ടുവന്നു, മോളെ കെട്ടിച്ചു, മോനും പ്രാപ്തിയാക്കി. മോൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ നമുക്ക് അവരുടെ കൂടെ ആണോ താമസിക്കുന്നത്? ആ വീട്ടിൽ തന്നെയാണ്. പുള്ളി വെച്ച വീട് ഞാനും കൂടെ കഷ്ടപ്പെട്ട് വെച്ച വീട്. അവൻ ഇപ്പം ഗൾഫിലായിട്ട് 16 വർഷമായി. ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ? ശാലീശ്വരം. റാന്നി അല്ലേ? റാന്നി അങ്ങാടി ശാലീശ്വരം മഹാദേവ ക്ഷേത്രം. മഹാദേവൻ എൻ്റെ ഭഗവാൻ. ശിവനാ? അതെ, ശിവനും പാർവതി. എല്ലാവരും ഉണ്ട്. മക്കൾ 3 പേരും. ഓക്കെ. പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങളോ എന്തെങ്കിലും നമ്മുടെ ഈ അമ്പലവുമായിട്ട് അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ 4 മണിയായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ മുന്നിലായിട്ട് ആള് ഉണ്ട്. ഉണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം എനിക്ക് ആരോഗ്യം തരുന്ന വെച്ചോ. ഇപ്പം 74 വയസ്സായി. അതെ അതെ അതെ. ഈശ്വരന് വേണ്ടി നമുക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതുതന്നെ നല്ല കാര്യമാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുക അല്ലേ? ഇനി അങ്ങോട്ട് വെച്ച് തിരിച്ച് എടുത്ത് കഴിയുന്നിടം വരെ ആരോഗ്യം കിട്ടണം. അതെ അതെ അതെ. മരിക്കുമ്പോഴും നമ്മുടെ ജോലി ഈശ്വരന് ഭഗവാന് വേണ്ടി. പിന്നെ നന്നായിട്ട് എന്തെങ്കിലും ജപിക്കാൻ പറ്റുമോ? ഓം നമഃ ശിവായ. ശരി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പിന്നെ ഒരു പാട്ടിൻ്റെ പകുതിയുണ്ട്. ശങ്കര ശിവശങ്കര ശിവശങ്കര ശിവശങ്കര, സങ്കടങ്ങളകറ്റി നന്മ വരുത്തണേ ജഗദീശ്വര. വൻകടൽ തിരമാല പോലെ ഉറഞ്ഞുകൂടിയ സങ്കടം നീക്കി എന്നെ അനുഗ്രഹിക്കണേ ശങ്കരാ മമ ദൈവമേ. അമ്മ എല്ലാ സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ കേട്ടോ. പിന്നെ വീട്ടിൽ ഇപ്പം ആരൊക്കെയുണ്ട്? മക്കളും ഉണ്ട്. അവരൊന്നും അമ്പലത്തിൽ വരാറില്ലേ? ഇല്ല. അവളുമായിട്ട് യാതൊരു ഇതുമില്ല. ഇല്ല. ഒരു നേരത്തെ ആഹാരത്തിന് ഒരു നേരത്തെ. അവരൊന്നും അമ്മയെ ശ്രദ്ധിക്കാറില്ലേ? ഇല്ല ഇല്ല ഇല്ല. മോനുമില്ല, മരുമോളുമില്ല. അതെന്താ അങ്ങനെ? അങ്ങനെയാന്ന് വെച്ചാൽ അവൾ അവിടുത്തുകാരത്തിയാണ്. ശുദ്രപ്രയോഗങ്ങൾ കൊണ്ട്. ആണോ? നമ്മുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറയുക അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. എന്തോ ഒരു ക്ഷീണം വന്നപ്പോൾ ഞാൻ മുരുകൻ്റെ അടുക്ക പോയി. ഞാൻ പറയും, എന്നെ അമ്മയില്ലേ, അമ്മയെപ്പോലെ അല്ലേ ഞാനും. ആരോഗ്യം എന്താ പ്രാർത്ഥിക്കും. ഇതാരാ? ഇത് ഇവിടെ വന്നിട്ട് 40 വർഷമായി. തമിഴ്നാട്. മാറട്ടച്ചാ. അമ്മ എന്നാ ശരി, എനിക്കൊരു സെക്കൻഡ് ഇവിടെ. താങ്കൾ വരുന്നുണ്ടോ? ഇല്ല, ഞാനില്ല. നമുക്കിட்ட വേണമെന്നാ ഒരു നിമിഷം സംസാരിക്കാം. ഇല്ല, സംസാരിക്കുന്ന പരിപാടി നമുക്കുണ്ട്, അതിലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു സെക്കൻഡ്.